ചരിത്രമുറങ്ങുന്ന ചമ്പൽ താഴ്വരയിലൂടെ ഒരിക്കൽ കൂടി ഒരു യാത്ര. ചമ്പൽ കാടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് മഹാക്ഷേത്രങ്ങൾ ശ്രീ കെ കെ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയത് ഒന്നുകൂടി നേരിൽ കാണുന്നതിനായി ബടേശ്വര ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ്, ഗോളിയറിൽ നിന്നും 35 കിലോമീറ്റർ ദൂരെ ശിവ വിഷ്ണു ശക്തി ക്ഷേത്രങ്ങൾ ചമ്പൽ നദിയുടെ തീരത്തായി 8നും 10നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഈ ക്ഷേത്രം 1882 ആർക്കിയോളജിക്കാർ കണ്ടെത്തിയത്. മാണ്ഡവിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രം മധ്യപ്രദേശിലെ മുറേന ജില്ലയിലെ പടാവലി ഗ്രാമത്തിലാണ് ബടേശ്വർ ക്ഷേത്രങ്ങളുടെ സമുച്ചയം ഉള്ളത്. ഗുർജാര പ്രതിഹാര രാജവംശമാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 200-ലധികം മണൽ കല്ലുകൊണ്ട് നിർമ്മിച്ച ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. ഇതെല്ലാം ഉത്തരേന്ത്യയിലെ ഗുർജാര ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. വസിഷ്ഠ മഹാമുനി ഇവിടെ തപസ് ചെയ്തിരുന്നു എന്ന് കരുതപ്പെടുന്നു. വസിഷ്ഠ മുനി തപസ് ചെയ്ത ഇടത്തിൽ ഉള്ള ഒരു ശിവലിംഗം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഏറെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്ര സമുച്ചയം ഇതുപോലെ തയ്യാറാക്കിയെടുത്തത് നമ്മുടെ മലയാളിയായ ഡോക്ടർ കെ കെ മുഹമ്മദാണ്. ചമ്പൽ താഴ്വരയിൽ, ചമ്പൽ കാട്ടിൽ ഒരുപാട് കൊള്ളക്കാരും പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാണാം എത്ര മനോഹരമായ കുളങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ശക്തിയുടെ, ശിവൻ്റെ ഒക്കെ, വിഷ്ണുവിൻ്റെ ഒക്കെ ക്ഷേത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. കൃത്യമായ കല്ലുകളിൽ കവിത രചിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, ഭൂമിക്കടിയിൽ പെട്ടുപോയ, എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്ഷേത്രം. അതിൻ്റെ പല നമ്പറുകളും ഒക്കെ കണ്ടെത്തിയിട്ടാണ് ഡോക്ടർ കെ കെ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ 2005 മുതൽ 15 വരെ ഏറെ കഷ്ടപ്പെട്ട് ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഇത് കൃത്യമായി മനുഷ്യന് കാണുന്ന രീതിയിലേക്ക് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല. നമുക്കറിയാമല്ലോ, മധ്യപ്രദേശിലെ ഗോളിയറിൽ നിന്നും അതുപോലെ തന്നെ മൊറേനയിൽ നിന്നുമൊക്കെ ഈ സ്ഥലത്തെത്താം. മൊറേന ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഇത് ഉത്തരേന്ത്യയിലെ ഒരു പ്രത്യേക തരത്തിലുള്ള ക്ഷേത്ര നിർമ്മാണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ശിവക്ഷേത്രമാണോ, വിഷ്ണു ക്ഷേത്രമാണോ, ശക്തിയുടെ ക്ഷേത്രമാണോ എന്നൊന്നും പ്രത്യേകിച്ച് തിരിച്ചറിയാൻ കഴിയുന്ന അടയാളങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയില്ല. നമുക്കെല്ലാം ഒരുപോലെയുള്ള ക്ഷേത്രങ്ങൾ. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ഏകദേശം കുറേ ക്ഷേത്രങ്ങളിൽ അതിൻ്റെ ഉള്ളിൽ ബിംബങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആരാധന അവിടെ ഇല്ല. ആകെ ഒരു ക്ഷേത്രത്തിലാണ് ആരാധനയുള്ളത്. ഒരു ശിവക്ഷേത്രത്തിൽ ആരാധനയുള്ളതായിട്ട് അവിടെ ഇതിൻ്റെ സംരക്ഷകനായിട്ടുള്ള ഒരാൾ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ചമ്പൽ കൊള്ളക്കാർ സറണ്ടറായതിൻ്റെ 1972 സറണ്ടറായതിൻ്റെ 54-ാം വാർഷിക ആഘോഷത്തിന് വേണ്ടി ഏകതാ പരിഷത്തിൻ്റെ ശ്രീ PV രാജഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഏകതാ പരിഷത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ജോറ ആശ്രമത്തിലെത്തിയതാണ്. പ്രിയപ്പെട്ട ഏകതാ പരിഷത്തിൻ്റെ നേതാവ് ശ്രീ അനീഷാണ് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ എത്താനുള്ളൊരു സൗകര്യം കാണിച്ചു തന്നത്. ഇതിപ്പോൾ ഈ കാണാം, ഇതെല്ലാം പഴയ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ഭാഗങ്ങളാണ്. അതെല്ലാം ഓരോന്നോരോന്നായി എടുത്ത് ഭംഗിയാക്കി അത് ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആർക്കിയോളജി വകുപ്പും ഇന്ത്യയുടെ ആർക്കിയോളജി വകുപ്പ്. ഇതുപോലെ തന്നെ ചമ്പൽ താഴ്വരയിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇതുപോലെ മണ്ണിനടിയിൽ മറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടെടുക്കുന്നതിൻ്റെ പ്രവർത്തനത്തിലാണ് ഇന്ത്യൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഇത് കാണാം, ഇത് ഒരു അതിമനോഹരമായ ഒരു തടാകം പോലെയാണ്. ഇതിന് ചുറ്റുമാണ് ഇത് കാണുന്നത് പോലെയല്ല, നേരിൽ കാണുന്നത് പോലെയല്ല, TV-യിൽ കാണുന്നതോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല. നേരിൽ കാണുമ്പോൾ എത്രയോ മനോഹരമായിട്ട് നമുക്ക് ആനന്ദം നൽകുന്ന ഒരു അതിമനോഹരമായ ഒരു ശില്പ വൈശിഷ്ട്യമാണ് ഇവിടെ നമുക്കിത് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഓരോ ഭാഗത്തും ഒരുപാട് കൊത്തുപണികൾ ഇതിലിവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെന്നെത്തുക എന്ന് പറയുന്നത് മൊറേനയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി
അവിടെ നിന്നൊരു ടാക്സി പിടിച്ച് നമുക്ക് ഈ പറയുന്ന ആ, ബഡേശ്വര ആ, പടാവലി ഗ്രാമത്തിലെത്താവുന്നതാണ്. ഇതൊരു ശിവ ലിംഗം വച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇതും മറ്റൊരു ശിവലിംഗം വച്ചിട്ടുള്ള ക്ഷേത്രമാണ്. ഈ കാണുന്നതാണ് നമ്മളൊരു പൂജ പൂജ നടക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഈ കാണുന്നത് ഭഗവാൻ ആ, മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ചിട്ടാണ് ഇതിങ്ങനെ കൊത്തിവെച്ചിട്ടുള്ളത്. ഈ അവതാരങ്ങൾ അതിലവർ ബുദ്ധനെക്കുറിച്ചും അവിടെയുള്ള ഒരാൾ പറയുന്നുണ്ട് അവതാരങ്ങളുടെ കാര്യവുമായി ബന്ധപ്പെട്ട്. ഉത്തരേന്ത്യയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു കാര്യമാണ് ബുദ്ധനും ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങൾ. ഇതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ കൃത്യമായ ആരാധനയുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഈ ആർക്കിയോളജി കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് ഞങ്ങൾക്കിത് കൂടുതലായി വിശദീകരിച്ചു തന്നത്. ഇത് നേരിൽ കാണേണ്ട ഒരു സ്ഥലമാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, നമ്മൾ യാത്രികരൊക്കെ ഇവിടെ നിന്ന് പോയി കാണണം. ഇതാണ് ഒരു ശിവ ആരാധന നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ. ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് ഈ സമുച്ചയത്തിൽ ആരാധന നടക്കുന്നത്. ഇതൊരു ഹനുമാൻ്റെ ഒരു വിഗ്രഹമാണ്. ഹനുമാൻ്റെ വിഗ്രഹത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ താഴെ കിടക്കുന്നത് കാമദേവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർബന്ധിച്ചപ്പോൾ അവരെ എന്തോ ചവിട്ടി ഉപദ്രവിച്ചതാണെന്നൊക്കെ പറയപ്പെടുന്നു. അതിൻ്റെ കഥയൊന്നും നമുക്ക് കൃത്യമായിട്ടറിയില്ല. ഈ കാണുന്നതാണ് ദൂരെ നിന്ന് നോക്കുമ്പോഴുള്ള ഈ ബഡേശ്വർ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ രൂപങ്ങൾ. ഇത് എത്ര കണ്ടാലും മതി വരില്ല. നമ്മൾ താജ്മഹൽ കാണുന്നത് പോലെയോ മറ്റ് ശില്പങ്ങൾ കാണുന്നതേ പോലെയല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയി നമ്മുടെ ഭാരതത്തിലെ ആർക്കിയോളജി ആളുകളും അതുപോലെ തന്നെ വിദേശത്തുള്ളവരും ഒക്കെ ഇത് കണ്ടെത്തുകയും, ഒന്ന് ആലോചിച്ച് നോക്കൂ, 1882 ഇത് കണ്ടെത്തി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ട് നമ്മുടെ മുഹമ്മദ് ജി വന്നതിന് ശേഷമാണ് ഇത് കൃത്യമായ ഈ രൂപത്തിലേക്ക് എത്തിയത്. അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹം ചമ്പലിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം പോലും എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് വായിക്കേണ്ട ഒരു പുസ്തകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും ഈ സ്ഥലത്ത് ചെല്ലുക, ഈ പറയുന്ന ഈ കാര്യങ്ങൾ, ഭാരതത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള മനോഹര ദൃശ്യങ്ങൾ കാണുക, മനോഹരമായി ആനന്ദിക്കുക. ജയ് ഹിന്ദ്.